തൃശൂർ പൂരം കലകിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിചയക്കുറവാണ് വീഴ്ചയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വി വിനോദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതിപ്പോൾ കമ്മീഷണറെ മാത്രം കുറ്റക്കാരനാക്കിയുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സൂചനകളിൽ നിന്ന് ലഭ്യമാകുന്നത് വിവരം, അല്ലേ വിനോദ്? അങ്ങനെയെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പിന്തുണ എഡിജിപിക്ക് ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഈ പൂരം കലക്കിയതിൽ എഡിജിപിക്ക് ക്ലീൻ ചിറ്റ് കിട്ടും, ആ വിഷയത്തിൽ എഡിജിപിയുടെ പങ്കില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെ ഈ അന്വേഷണത്തിന്റെ ഒടുക്കം കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ആര്യ, ഈ പൂരം കലക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന ഒരു കാര്യമാണ് എഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ വീഴ്ച പറ്റി, ഏകോപനത്തിൽ വീഴ്ച പറ്റി എന്ന ഒരു കണ്ടെത്തല്, ആ നിലയ്ക്കാണ് ഈ റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി, പരിചയക്കുറവ് വീഴ്ചയായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് 5 മാസം കഴിഞ്ഞാണ്, ഇപ്പോൾ 5 മാസം പിന്നിടുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ വലിയ വിവാദമായതിനു ശേഷം, അതായത് RSS നേതാക്കളുമായി എഡിജിപി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന അത്യന്തം ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത്. അതിനുശേഷമാണ് PV അൻവറിന്റെ ആരോപണം ഉണ്ടാവുകയും പല കാര്യങ്ങളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതിലെല്ലാം ചേർന്ന് തന്നെയാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിഷയം വന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ പരിചയക്കുറവ്, അത് ഏകോപനത്തിൽ വീഴ്ച ഉണ്ടായി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വൈകിയതിൽ തന്നെ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷത്ത് നിന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നത്, എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്ര ദിവസം വൈകി? ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് വരേണ്ടതായിരുന്നു, ഈ റിപ്പോർട്ട് പൂഴ്ത്തി. ഇപ്പോൾ ഈ വിവാദമാകുമ്പോൾ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി എഡിജിപി തടിയൂരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ആ നിലയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. PV അൻവറും ഇക്കാര്യം ഉന്നയിക്കും. ഇതിനപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിലുള്ള വിഷയങ്ങൾ കൂടിയുണ്ട്. CPI, RJD, അതോടൊപ്പം തന്നെ NCP കക്ഷികളെല്ലാം തന്നെ RSS നേതാക്കളുമായി എഡിജിപി കൂടിക്കാഴ്ച നടത്തിയതിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. ലോ ആൻഡ് ഓർഡർ എഡിജിപി സ്ഥാനത്ത് നിന്ന് എം.ആർ. അജിത് കുമാറിനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഘടകകക്ഷികൾ ഉന്നയിച്ചു. പ്രകാശ് ബാബു 2 തവണയാണ് ഇത്തരത്തിൽ ലേഖനം എഴുതിയത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ജനയുഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് എഡിജിപിക്കെതിരെയുള്ള ലേഖനം എഴുതിയത്. ഈ തരം ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങൾ ഘടകകക്ഷികളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കേണ്ടതില്ല എന്ന ഒരു തമാശ മട്ടിൽ അദ്ദേഹം പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും അങ്ങനെ കൃത്യമായി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അത്ര കൃത്യമായ ഒരു മറുപടിയല്ല പറഞ്ഞത്. മാത്രമല്ല, EP ജയരാജൻ മുന്നണിയിൽ നിന്ന് പുറത്തുപോയത്, മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയതിന്റെ സാഹചര്യമുണ്ട്. അതിലേറ്റവും വിവാദമായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി കൂടുതൽ വിവാദമായത്, പ്രകാശ് ജാവദേക്കറെ കണ്ട സംഭവമായിരുന്നു. അക്കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് EP ജയരാജന് മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമാകുന്ന നിലയുണ്ടായി. അവിടെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്തിന് എഡിജിപി ഇങ്ങനെ RSS നേതാക്കളെ കണ്ടു എന്ന ചോദ്യം അവശേഷിക്കുന്നത്. ഈ മറ്റ് ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ ആ തരത്തിൽ കൊലപാതകം നടത്തിയെന്നുള്ള PV അൻവറിന്റെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ പോകുമ്പോൾ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഗൗരവമുള്ള വിഷയമായി കാണുന്നത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ എഡിജിപിയുടെ പങ്കുണ്ട് എന്ന് തന്നെയാണ്, ആ തരത്തിൽ തന്നെയാണ് ഒരു വാദവും സംശയവും നേരത്തെ തന്നെ ബലപ്പെട്ടു വന്നത്. ആ തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി, അല്ലെങ്കിൽ എഡിജിപി മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി, അത് തന്നെയാണ് പ്രധാനമായും ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. തീർച്ചയായും വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.